കൊല്ലത്തു നിന്നും കൊട്ടാരത്തിലേക്ക് 34-ാം വയസ്സിൽ ആഡംബരത്തിന്റെ അവസാന വാക്ക് തിഹാർ ജയിലിനുള്ളിൽ ചോരതുപ്പി മരണം. പ്രശസ്ത കശുവണ്ടി വ്യവസായി ജനാർദ്ദനൻ പിള്ളയുടെ മകൻ രാജൻ പിള്ളക്ക് തന്റെ പിതാവിന്റെ ബിസിനസ് സാമ്രാജ്യം മാത്രം പോരായിരുന്നു. കടലുകൾക്കപ്പുറം തന്റെ പേര് മുഴങ്ങണമെന്ന വാശിയായിരുന്നു അദ്ദേഹത്തിനെപ്പോഴും. 1970 കളിൽ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുനൽകാൻ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പറന്നു. അവിടെ ഒലെ ഒലെ എന്ന പേരിൽ നിലക്കടലയും ചിപ്സും പാക്ക് ചെയ്തു വിറ്റുതുടങ്ങിയപ്പോൾ ലോകം പിന്നീട് തന്നെ ബിസ്ക്കറ്റ് രാജാവ് എന്ന് വിളിക്കുമെന്ന് അദ്ദേഹം പോലും കരുതിയിരുന്നില്ല. പാക്ക് ചെയ്ത ലഘുഭക്ഷണങ്ങളുടെ വിപണി പിടിച്ചടക്കിക്കൊണ്ടാണ് തന്റെ ജൈത്രയാത്ര തുടങ്ങിയത്. അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. ഭാഗ്യവും ബുദ്ധിയും ഒത്തുചേർന്നപ്പോൾ ആഗോള ഭീമനായ നബിസ്കോയുമായി ചേർന്ന് 34-ാം വയസ്സിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് നിർമ്മാതാക്കളായ ബ്രിട്ടാനിയയുടെ നിയന്ത്രണം കൈക്കലാക്കി അദ്ദേഹം ആളുകളെ വിസ്മയിപ്പിച്ചു. ലോകം അദ്ദേഹത്തെ ബിസ്ക്കറ്റ് രാജാവ് എന്ന് വിളിച്ചു. ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു രാജൻ പിള്ളയുടെ ജീവിതം. സ്വന്തമായി ലിയർ ജെറ്റ് വിമാനങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊട്ടാരസമാനമായ വീടുകൾ, ശകോടികളുടെ ആസ്തി. എന്നാൽ ആ നക്ഷത്രത്തിളക്കത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ബിസിനസ് പങ്കാളികളുമായുള്ള തർക്കങ്ങളും വിദേശത്തെ നിയമക്കുരുക്കുകളും രാജൻ പിള്ളയുടെ സാമ്രാജ്യത്തിൽ വിള്ളലുകൾ വീഴ്ത്തി. സിംഗപ്പൂർ കോടതിയുടെ ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ 1995-ൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ആ പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രമായിരുന്നു കൂടിയുണ്ടായിരുന്നത്. 1995 ജൂലൈ 4-ന് ഡൽഹിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ശതകോടീശ്വരൻ ശാരീരികമായി തകർന്നുപോയിരുന്നു. തിഹാർ ജയിലിന്റെ കറുത്ത ഇരുമ്പഴികൾക്കുള്ളിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞപ്പോൾ തന്റെ രോഗാവസ്ഥ പരിഗണിച്ച് മെച്ചപ്പെട്ട ചികിത്സ നൽകണമെന്ന് അദ്ദേഹം കോടതിയിൽ ആവർത്തിച്ചു യാചിച്ചു. എന്നാൽ അന്നത്തെ ഭരണസംവിധാനം ആ വിലാപങ്ങളെ അവഗണിച്ചു. ജയിലിന്റെ തറയിൽ കിടന്ന് വേദന കൊണ്ട് പുളഞ്ഞ അദ്ദേഹത്തെ ഒടുവിൽ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ജൂലൈ 7-ന് ശ്വാസനാളത്തിൽ രക്തം കട്ടപിടിച്ച് ശ്വാസം മുട്ടി ആ ബിസ്ക്കറ്റ് രാജാവ് മരണത്തിന് കീഴടങ്ങി. കോടികൾ ആസ്തിയുള്ള ഒരാൾക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകാൻ കഴിയാതെ പോയ ഭരണകൂടത്തിന്റെ അനാസ്ഥ ഇന്ത്യയെ ഒന്നാകെ നാണം കെടുത്തി. രാജൻ പിള്ളയുടെ ദയനീയമായ ആ അന്ത്യം വെറുതെയായില്ല, അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ മാറ്റിമറിച്ചു. ജസ്റ്റിസ് ലീല സേത്ത് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ജയിലുകളിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം നിർബന്ധമാക്കി. തടവുകാർക്ക് സ്വന്തം ഡോക്ടറെ കാണാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ ജയിൽ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഇന്ത്യയിൽ നടപ്പിലായത്. അദ്ദേഹം പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ ബാക്കിപത്രം ഇന്ന് സഹോദരൻ രാജ്മോഹൻ പിള്ളയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. ഏകദേശം 2500 കോടി രൂപയുടെ വിറ്റുവരവുള്ള ബേറ്റ ഗ്രൂപ്പ് ഇന്ന് രാജൻ പിള്ളയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു. 20-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഈ ഗ്രൂപ്പ് ഭക്ഷ്യമേഖലയിൽ ഇപ്പോഴും കരുത്തുറ്റ ശക്തിയാണ്. തന്റെ ജ്യേഷ്ഠന്റെ ഓർമ്മക്കായി രാജ്മോഹൻ പിള്ള സ്ഥാപിച്ച രാജൻ പിള്ള ഫൗണ്ടേഷൻ ഇന്നും കല, കായികം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ആഡംബരത്തിന്റെ നെറുകയിൽ നിന്ന് ആരും നോക്കാനില്ലാത്ത മരണത്തിന്റെ ഗർത്തത്തിലേക്ക് വീണ രാജൻ പിള്ളയുടെ കഥ ബിസിനസ് ലോകത്തെ ഏറ്റവും വലിയ പാഠപുസ്തകമായി ഇന്നും നിലനിൽക്കുന്നു.